الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യത്യസ്തങ്ങളായ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് സഹോദരിമാരുടെ കാര്യത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സഹോദരിയുടെ മാതാവ് അല്പം പ്രയാസകരമായ അവസ്ഥയിൽ വിഷമിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്കും പ്രയാസങ്ങൾക്കും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു സഹോദരിയുടെ ചെറുപ്പക്കാരിയാണ്, ക്യാൻസർ ബാധിച്ച് പ്രയാസകരമായ ഘട്ടത്തിലാണ്. ഒരു വലിയ സർജറിക്കുന്നവർ വിധേയമാകുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയും സജീവമായി ഇടപെടുന്ന സംഘാടകയായ ഒരു സഹോദരി കൂടിയാണ്. അല്ലാഹു ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തുൽ സുമറിലെ 9-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. അറിവിന്റെ മഹത്വമാണ് ആ ആയത്ത് നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠം. ലോകത്ത് തന്നെ അറിവ് കൊണ്ട് നിറച്ച ലോക മുസ്ലിമീങ്ങളെല്ലാം ഏറെ ആദരിക്കുന്ന സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുടെ മരണം കഴിഞ്ഞ ദിവസമാണ് നമ്മിലേക്ക് ആ വാർത്ത
വന്നത്. ഉമ്മത്തിന് വലിയൊരു നഷ്ടമാണ്. ഏറ്റവും നല്ല പകരക്കാരൻ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരിഹാരം നൽകുമാറാവട്ടെ. ആ മഹാമനുഷ്യന്റെ ബർസഖി ജീവിതവും പാരത്രിക ജീവിതവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷപൂർണമാക്കി മാറ്റുമാറാവട്ടെ. ലോകത്തേക്ക് മുഴുവനും അറിവ് പകർന്ന, തുല്യതയില്ലാത്ത സേവനങ്ങൾ ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു കഴിഞ്ഞ ദിവസം വഫാത്തായ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ലാ. ചെറിയ പ്രായം മുതൽ തന്നെ ദീനിന്റെ വഴിയിൽ സഞ്ചരിച്ച് 13ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ അദ്ദേഹം ചെറുപ്പത്തിലെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അടുത്തുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. 19ാമത്തെ വയസ്സിൽ ആ കണ്ണിനൊരു ഓപ്പറേഷന് വിധേയമാവുകയും പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല, കണ്ണ് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. പക്ഷെ തനിക്ക് വന്ന ആ ഒരു പരീക്ഷണത്തെ അദ്ദേഹം ഖൈറായി കാണുകയും ദീനിന്റെ വഴിയിൽ കൂടുതൽ മുന്നോട്ടു പോകാനത് നിമിത്തമാക്കി മാറ്റുകയും ചെയ്തു. ധാരാളമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം റഫർ ചെയ്യുകയും അതിൽ പലതും അദ്ദേഹം ഹിഫ്ളാക്കുകയും ചെയ്തു വന്ന അദ്ദേഹത്തിന്റെ സവിശേഷതയാണ്. 27 വർഷമാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി അദ്ദേഹം സേവനം ചെയ്തത്. അറഫയിൽ ഹാജിമാരോടുള്ള ഉത്ബോധനം, അറഫയിലെ ഖുതുബ 35 വർഷമാണ് അദ്ദേഹം നിർവഹിച്ചത്. ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം ഇത്രയും ദീർഘമായ കാലം അറഫയിൽ ഖുതുബ നിർവഹിച്ച മറ്റൊരാളില്ല എന്നാണ്. ലോകത്ത് ധാരാളം തലമുറകളായി, നൂറ്റാണ്ടുകളായി വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവിടെ ഖതീബുമാരായി വന്നിട്ടുണ്ട്. പക്ഷേ 35 വർഷം ഒന്നാകെ അറഫയിൽ ഹാജിമാരോട് ഉത്ബോധനം നിർവഹിച്ച ഖതീബായി നിന്ന മറ്റൊരാളും ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ വചനങ്ങളും പ്രവാചക ഹദീസുകളും ധാരാളമായി ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളും. അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ നമുക്കത് കാണാൻ കഴിയും, ഫത്വകളിൽ കാണാൻ കഴിയും. ഏതു വിഷയത്തിൽ സംശയം ചോദിച്ചാലും ആലോചിക്കുക പോലും ചെയ്യാതെ ആയത്തുകളും ഹദീസുകളും ധാരാളമായി ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ നിലപാട് പറഞ്ഞുകൊടുക്കുക എന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു. അതോടൊപ്പം സുന്നത്തുകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ, ഇബാദത്ത് കൊണ്ട് ജീവിതം ധന്യമാക്കുവാനെല്ലാം നമ്മളൊക്കെ ലജ്ജിക്കുമാറുള്ള മാതൃകയാണ് അദ്ദേഹം ജീവിതത്തിൽ പാലിച്ചു പോന്നത്. ഏറ്റവും അടുത്ത ശിഷ്യന്മാരായി കഴിഞ്ഞുപോയ ആളുകൾ ഇപ്പൊ പറയുന്നു, എല്ലാ ദിവസവും 10 ജുസ് അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു മരണം വരെ. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ ആ പതിവ് അദ്ദേഹം തെറ്റിച്ചില്ല എന്ന. എല്ലാ ദിവസവും 10 ജുസ് ഖുർആൻ പാരായണം ചെയ്തു. രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി നിൽക്കുമ്പോഴും അവിടുത്തെ ഉന്നത പണ്ഡിത സഭയുടെ ചെയർമാനായി സേവനം ചെയ്യുമ്പോഴും ആയിരക്കണക്കായ ഫത്വകൾ ഓരോ ദിവസവും അദ്ദേഹത്തിലേക്ക് ചോദ്യങ്ങളായി വരുമ്പോഴും ധാരാളം ദൗത്യ സംഘങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തെ കാണുവാനായി ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായി വന്നു ചേരുമ്പോഴും തന്റെ റബ്ബുമായുള്ള ബന്ധം അതിനൊക്കിടയിലും അദ്ദേഹം കൃത്യമായി കാത്തുസൂക്ഷിച്ച് പോന്നുവെന്നർത്ഥം. എല്ലാ 3 ദിവസത്തിലും ഖുർആൻ അദ്ദേഹം ഒരു ഖത്തം ഓതി തീർക്കുമായിരുന്നുവെന്നർത്ഥം. ധാരാളമായി നോമ്പെടുക്കുമായിരുന്നുവെന്ന. എല്ലാ സുന്നത്ത് നോമ്പുകളും ഒഴിയാതെ നോൽക്കാൻ ശ്രമിക്കുകയും ധാരാളമായി നോമ്പെടുക്കുന്ന സ്വഭാവമായിരുന്നു ശൈഖിനുണ്ടായത് എന്ന് കൂടെയുള്ള ആളുകൾ പറയുന്നു. ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു
കഴിഞ്ഞ 2-3 വർഷങ്ങളായി അദ്ദേഹം രോഗിയാണ്. ഹോസ്പിറ്റലും അല്ലാതെയും മാറി മാറി പലപ്പോഴും കഴിഞ്ഞുകൂടാറുണ്ട്. ഏറ്റവും അവസാനമായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ടും തന്റെ ക്ലാസ് അദ്ദേഹം തുടരുകയും ശിഷ്യന്മാർ ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വെച്ച് ഓതിക്കൊടുത്ത കിതാബ് അത് മുറിഞ്ഞു പോകാതെ നിന്നു പോകാതെ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തുവെന്നാണ്. കഴിഞ്ഞ ശനിയാഴ്ച അവസാനമായി ഹോസ്പിറ്റലിൽ വെച്ച് ദർസ് നടത്തുമ്പോഴാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞത് വല്ലാത്ത ക്ഷീണമുണ്ട്, വിശ്രമം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ കൂടെയുള്ള മുതിർന്ന ആളുകൾ ഉപദേശിച്ചു, അല്പം വിശ്രമം ആവശ്യമുണ്ട്, നിങ്ങൾ ഇനി ക്ലാസ് എടുക്കേണ്ടതില്ല. അദ്ദേഹം പറയില്ല, ഇൽമ തേടി വരുന്ന ഒരാളെ ഒഴിവാക്കാൻ, അത് വേണ്ടെന്ന് വെക്കാൻ, ഇൽമിന്റെ മാർഗം വേണ്ടെന്ന് വെക്കാൻ എനിക്കാവില്ല. ക്ഷീണമുണ്ടാവട്ടെ, പ്രശ്നമില്ല, ഞാൻ ക്ലാസ് തുടരുമെന്ന് അദ്ദേഹം പറയുകയും ആ ക്ലാസ് തുടരുകയും പിന്നീട് ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോയി ക്ലാസ് എടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം അവശനായി മാറുകയും അദ്ദേഹത്തെ ഐസിയുവിലേക്ക് മാറ്റുകയും പിന്നീട് അവിടെ അദ്ദേഹം മരിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത്രയേറെ അവസാന നിമിഷം വരെ അറിവിന്റെ കൂടെ ഇബാദത്തിന്റെ കൂടെ സഞ്ചരിച്ച, മറ്റൊന്നും ചിന്തിക്കാതെ ഈ വഴിയിൽ സേവനം ചെയ്യണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചവരായിരുന്നു. അവരൊക്കെ ധാരാളം മാതൃകകൾ അവരെല്ലാം നമുക്കുണ്ട് എന്നർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മയുമെല്ലാം റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. 50-ലേറെ ഹജ്ജുകൾ അദ്ദേഹം ജീവിതത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. 50-ലേറെ ഹജ്ജ് അദ്ദേഹം നിർവഹിച്ചു എന്നു മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ജീവിച്ചുപോയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമായി വല്ലാത്തൊരു മാനസികമായ ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിക്കുകയും ഓരോ കിതാബുകൾ വായിക്കുമ്പോഴും ആ കിതാബ് എഴുതിയ പണ്ഡിതന്മാർക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുകയും ആ പണ്ഡിതന്മാരുടെ ചരിത്രം അദ്ദേഹം കൃത്യമായി പഠിക്കുകയും അവരോട് നിർവഹിക്കേണ്ട ബാധ്യതകളെ നിർവഹിക്കുന്നതിൽ തുല്യതയില്ലാത്ത മാതൃക അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മുൻദിർ റഹിമഹുള്ളയുടെ അത്തർഗീബ് തർഹീബ് എന്നത് ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ്. 1000-ഓളം കൊല്ലമായി ലോകത്തത് ലോകവ്യാപകമായി മതവിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ ഉപയോഗിച്ചു വരുന്ന കിതാബാണ് അത്തർഗീബ് തർഹീബ്. പക്ഷേ ആ കിതാബ് എഴുതിയ ഹാഫിദുൽ മുൻദിർ റഹിമഹുള്ള ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ദുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിലുള്ളത്. ഇത് മനസ്സിലാക്കിയ ഷെയ്ഖ് ആ മഹാനുഭാവന് വേണ്ടി ഹജ്ജ് ചെയ്തുവെന്ന് വരെ ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നപോലെ ഇബ്നു ഹസം റഹിമഹുള്ള, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള, ഇമാം നവവി റഹിമഹുള്ള തുടങ്ങിയ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ചപ്പോൾ ആ പണ്ഡിതന്മാർക്കെല്ലാം വേണ്ടി അദ്ദേഹം ഓരോ കൊല്ലം ഓരോ പണ്ഡിതന് വേണ്ടി ഹജ്ജ് നിർവഹിച്ചു എന്നതുവരെ അദ്ദേഹത്തെ സവിശേഷതയായി എണ്ണപ്പെടുന്നു. ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഗ്രിബ് നിസ്കാരത്തിൽ അഅറാഫ് സൂറത്ത് പൂർണ്ണമായും പാരായണം ചെയ്തുവെന്ന്. അഅറാഫ് സൂറത്ത് അദ്ദേഹം നബിതങ്ങൾ മഗ്രിബ് നിസ്കാരത്തിൽ 2 റക്അത്തായി കൊണ്ട് ഓതി എന്നത് ഒരു നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട സംഭവമാണ്. ഇദ്ദേഹം ആ സുന്നത്ത് കൂടി നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അങ്ങനെ താൻ നിസ്കരിക്കുന്ന പള്ളിയിൽ മഅ്മൂമുകളോടെല്ലാം അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു ദിവസം മഗ്രിബിന് അദ്ദേഹം സൂറത്ത് അഅറാഫ് പൂർണ്ണമായും നിസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ട് മഗ്രിബ് നിസ്കരിച്ചു. അദ്ദേഹം പറയുന്നതിന്റെ ആഗ്രഹമായിരുന്നു ഈ സുന്നത്ത് കൂടി നടപ്പാക്കണമെന്ന്. അൽഹംദുലില്ലാഹ് അതിനും അവസരം കിട്ടിയെന്ന് പറയുന്ന വല്ലാത്തൊരു മാതൃക നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ധാരാളമായ സവിശേഷതകൾ ഇൽമ് കേവലം പഠിക്കുക മാത്രമല്ല അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും സ്വഭാവത്തിലും തന്നെ വല്ലാത്ത വിനയവും താഴ്മയുമെല്ലാം നിലനിർത്തുകയും ചെയ്ത മഹാനായിരുന്നു അദ്ദേഹം. അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ 3 തവണ അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാനും സംസാരിക്കാനുമെല്ലാം എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു എളിമയും ലാളിത്യവും എത്ര ചെറിയ ആളുകളോടും ആ നിലക്ക് പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു മാതൃക നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയും. അതെല്ലാം തീർച്ചയായും ഈ ഘട്ടത്തിൽ നമ്മളും കഴിവിന്റെ പരമാവധി ആ മാതൃക ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതുണ്ട്. സാധാരണ പറയപ്പെടാറുള്ളത് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്നാണ്. ശരിയായ ഒരു ആലിമാണെങ്കിൽ, ശരിയായ പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതന്റെ മരണം എന്നത് ലോകത്തിന്റെ തന്നെ മരണമാണ് എന്നാണ്. നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് വാപ്പല്ലാതായി എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. പക്ഷെ ഒരു പണ്ഡിതൻ മരിക്കുമ്പോൾ അങ്ങനെയല്ല.
അത് ലോകത്തിന് മൊത്തം, നാടിന് മൊത്തമുള്ള നഷ്ടമാണ്. ആൾക്ക് ദീനു പഠിക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ, അത്തരം കാര്യങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള ഒരു അത്താണിയാണ് അതോടുകൂടി നഷ്ടമാകുന്നത്. വിശ്വസിച്ച് കാര്യങ്ങൾ ചോദിക്കാവുന്ന ആളുകളാണ് ശരിയായ പണ്ഡിതന്മാർ. ദീനിന്റെ കാര്യത്തിൽ ഫത്വകൾ ചോദിക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ, ഉപദേശങ്ങൾ തേടാൻ, പല വിഷയത്തിലും എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഇന്നാളെ പോയി കാണാം, അയാളുടെ ചോദിക്കാം, അയാളത്തേക്ക് എത്തി അതിന് പരിഹാരം ലഭിക്കാതിരിക്കില്ല എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കല് പണ്ഡിതന്മാരെയാണല്ലോ. അത്തരം പണ്ഡിതന്മാർ മരിച്ചു പോകുമ്പോൾ മൗത്തുൽ ആലമി, ഒരു ആലിമിന്റെ മരണം ആലമിന്റെ ലോകത്തിന്റെ മരണമാണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. ഖിയാമത്തിന്റെ അടയാളമാണ് അറിവ് ഇല്ലാതായി പോവുക എന്നത്. എന്നാൽ നബി തങ്ങൾ തന്നെ വിശദീകരിക്കുന്നു, അതിനർത്ഥം ആളുകൾ പഠിച്ചു വെച്ച അറിവൊക്കെ അവരിൽ നിന്ന് പഠിച്ചത് എടുത്തൊഴിവാക്കലല്ല അറിവില്ലാതാവുക എന്നത്. നേരെ മറിച്ച് വലാകിൻ ബിഖബലിൽ ഇൽമി യഖ്ബിലുൽ ഇൽമ ബിഖബലിൽ ഉലമാഇ, പണ്ഡിതന്മാരെ മരിപ്പിക്കുക വഴിയാണ് ഇൽമ് ലോകത്തില്ലാതായി പോവുക എന്നാണ്. കൃത്യമായി പഠിച്ച, ആഴത്തിൽ അറിയുന്ന, ദീന് അറിയുന്ന പണ്ഡിതന്മാരെങ്ങനെ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പകരം അതിന് വെക്കാവുന്ന ആളുണ്ടാവുക ഇല്ല. ഹത്താലം യത്രുക ആലിമ, അങ്ങനെ ആലിമീങ്ങൾ ആരുമില്ലാതാകുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജാഹിലീങ്ങളായ ആളുകളെയാണ് പിന്നെ ജനങ്ങൾ നേതാക്കളാക്കി മാറ്റുക. അറിവുള്ളവരില്ല, ശരിയായ പണ്ഡിതന്മാരില്ല, അവരൊക്കെ കഴിഞ്ഞു പോകുന്നു. ഇനി ഉള്ളവരെ പിടിച്ചേൽപ്പിക്കല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ജാഹിലീങ്ങളെല്ലാം ആ സ്ഥാനം കൈകാര്യം ചെയ്യുന്നു. ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ആളുകൾ അവരോട് ചെന്ന് ചോദിക്കുന്നു, അങ്ങനെ വേറെ മാർഗമില്ല. അവര് ഫത്വ നൽകുന്നു. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെയാണ് ഫത്വകൾ നൽകുക. ഫളല്ലു വഅളല്ലു, അങ്ങനെ അവർ പിഴച്ചു പോകുന്നു. അവർ കാരണം മറ്റുള്ളവരും പിഴക്കാൻ കാരണമായി മാറുന്നുവെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്ന മുത്തഫഖ് അലൈഹിയായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാരുടെ അഭാവത്തെ വലിയ ഗൗരവമായി കാണുകയും പണ്ഡിതന്മാർക്ക് ആ മഹത്വം കൽപ്പിക്കുകയും പണ്ഡിതന്മാർ നാട്ടിൽ ഉണ്ടായി വരാൻ ആവശ്യമായ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാൻ പരിശ്രമിക്കുകയും ചെയ്തത് ധാരാളമായി കാണാൻ കഴിയും. താബിഈയായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 500ഓളം സഹാബിമാരെ കണ്ട് ആ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ച ആളാണ്. അദ്ദേഹം പറയുന്നു, മൗത്തുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാം ലാ യസുദ്ദുഹാ ശൈഉം മാ തറദൽ ലൈലു വന്നഹാർ. ഒരു പണ്ഡിതൻ മരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഏൽക്കുന്ന ഒരു വിടവാണ്, ഒരു മുറിവാണ്. അത് ഇനി അടച്ചു കളയാൻ ഒന്നുകൊണ്ടും സാധ്യമല്ല എന്നാണ്. അത് ഗ്യാപ്പ് തന്നെയാണ്, അതൊരു വിടവ് തന്നെയാണ്. ആ വിടവ് നികത്താൻ സാധ്യമല്ല. പകരം എന്തു തന്നെ വെച്ചാലും ശരി, അതിന് പകരമാവുകയില്ല എന്നർത്ഥം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ അദ്ദേഹം പഠിപ്പിക്കുക, ഹലക ഉലമാഉഹും യഹ്ദിമുൽ ഇസ്ലാമു വയസ്ലിം. പണ്ഡിതന്മാർ മരിച്ചു പോയാൽ ഇസ്ലാമാണ് തകരുക എന്നാണ്, ദീനാണ് പൊളിയുക. ഒരുപാട് ഫിത്നകൾ പിന്നെ പൊട്ടിപ്പുറപ്പെട്ടു വരും. ആ ഫിത്നകളിൽ ജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ കഴിയുന്നവർ ഈ പണ്ഡിതന്മാരായിരുന്നു. അവര് മരിക്കുന്നതോടുകൂടി പിന്നെ അത്തരം ആളുകളില്ല, അവിടെ ഫിത്നകൾ വരും, ഫസാദുകൾ വരുമെന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇമാമു അഹ്ലുസുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പണ്ഡിതനാണ്, അഹ്ലുസുന്നയുടെ ഇമാം. കാരണം ലോക ചരിത്രത്തിൽ അഹ്ലുസുന്നക്കെതിരെ ഏറ്റവും വലിയ പ്രയാസങ്ങളും ഫിത്നകളും വന്ന കാലത്ത് ജീവിച്ചവരാണ് ഇമാം അഹ്മദ്. അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഫിത്നകളായിരുന്നു. മുഅ്തസിലിയാക്കളെ കൊണ്ട് ഒരു ഭാഗത്ത്, ഷിയാക്കൾ മറ്റൊരു ഭാഗത്ത്, ഖവാരിജുകൾ വേറൊരു ഭാഗത്ത്, ഖദരികൾ അപ്പുറത്ത്, ഇങ്ങനെ പിഴച്ച എല്ലാ സംഘങ്ങളും, ജഹ്മികളും ജബരികളും ജഅലികളും അടക്കം എല്ലാ സംഘങ്ങളും സജീവമായി ഉള്ള കാലത്താണ് ഇമാം അഹ്മദ് അവിടെ ജീവിക്കുന്നത്. അന്നത്തെ വലിയ ഫിത്നകൾക്കിടയിൽ ഇമാം അഹ്മദാണ് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിയത്. ഖിയാമത്ത് വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ അത്തരം വിഷയങ്ങളിൽ നിലപാട് പ്രഖ്യാപിച്ചത് ഇമാം അഹ്മദാണ്. ഇമാം അഹ്ലുസുന്ന എന്നാണ് അദ്ദേഹത്തിന് അന്നും ഇന്നും സ്ഥാനപ്പേര് നൽകപ്പെട്ടത്. അത്തരം ചില വിഷയങ്ങളിൽ നിലപാട് പറയേണ്ട പണ്ഡിതന്മാരുണ്ടാകും. ഇക്കാലത്ത് IS പോലെയുള്ള ദാഇഷ് എന്ന് വിളിക്കപ്പെടുന്ന അത്തരം തീവ്രവാദ സംഘങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും വ്യാപകമായതിന് കുഴപ്പമുണ്ടാവുകയും ധാരാളം ചെറുപ്പക്കാർ അത്തരം തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും പലരും നാടുവിടുകയും ഇറാഖിലേക്ക്, സിറിയയിലേക്കൊക്കെ യാത്ര പോയി അവിടെ പോയി ചാവേറായി പൊട്ടിത്തെറിക്കാൻ വരെ നമ്മളൊക്കെ നാട്ടുനിറക്കം പോകാനുള്ള പ്രചോദനങ്ങൾ സ്വകാര്യമായാണെങ്കിലും ഉണ്ടായി വരികയും ചെയ്തപ്പോൾ
എന്തു ചെയ്യണം, എന്താ പറയേണ്ടത്, ആരാണ് കൃത്യമായ നിലപാട് പറയുക എന്ന ആ ആശങ്ക ലോക പണ്ഡിതന്മാരുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അറഫ മൈതാനിലെ ഖുത്ബയിൽ വെച്ച് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ IS ഇസ്ലാമുമായി ബന്ധമില്ല എന്നും ഇത് ഖവാരിജുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ഖവാരിജുകളാണ് എന്നാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഖലീഫയായ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട തീവ്രവാദ സംഘമാണ് ഖവാരിജുകൾ. അന്ന് അലി ഇബ്നു അബീ ത്വാലിബ് അവരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളാണ് എന്നാണ് വാദിക്കുന്നത്. വലിയ ഇബാദത്തുള്ള മനുഷ്യന്മാരായിരുന്നു, വലിയ തഖ്വയുള്ള ആളുകളായിരുന്നു. പ്രത്യക്ഷത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് അവരുമായി യുദ്ധം ചെയ്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു, നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സംഘം വരാനുണ്ട്, അവിടെ നിസ്കാരം കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ലായിരിക്കും, അവിടെ നോമ്പ് കണ്ടാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ലായിരിക്കും. അവര് ഖുർആൻ ഓതും, പക്ഷേ ആ ഖുർആൻ തൊണ്ടക്കുഴിൽ നിന്ന് താഴോട്ടിറങ്ങയില്ല. അത്തരം ആളുകൾ വരാനുണ്ട്. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിർ റമിയ്യത്തി, ഒരു വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അവരെ കണ്ടുമുട്ടുന്നുവെങ്കിൽ അവരോട് നിങ്ങൾ ശക്തമായ നിലപാടെടുക്കുകയും അവരോട് കർക്കശമായ രൂപത്തിൽ ഏറ്റുമുട്ടുകയും വേണമെന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പ്രഖ്യാപിക്കുകയും ഖവാരിജുകളുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും നെഹ്റുവാനിൽ വെച്ച് ആ ഖവാരിജുകളുമായി അദ്ദേഹം യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ ഖവാരിജുകൾ തീവ്രവാദത്തിന്റെ തുടക്കമതാണ്. ഈ പേര് പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻഡ് മുഫ്തി അന്ന് അറഫ മൈതാനിൽ വെച്ച് ഖുത്ബയിൽ പ്രസംഗിച്ചത്. ഈ IS എന്ന് പറയുന്ന ഈ സംഘം ഖവാരിജുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ഖവാരിജുകളാണ് എന്ന് പ്രഖ്യാപിക്കുകയും മുസ്ലിം ലോകത്തേക്ക് മൊത്തം അതൊരു വല്ലാത്തൊരു വെളിച്ചമായിരുന്നു, വല്ലാത്ത ദിശാബോധമായിരുന്നു. ഇത് ധൈര്യമായി ആർക്കും പറയാം. കാരണം ഏറ്റവും വലിയ ആലിം ലോകത്തിൽ തന്നെ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള മക്ക മദീന ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായ മനുഷ്യൻ ഔദ്യോഗികമായ അറഫ ഖുത്ബയിലാണ് പ്രഖ്യാപിച്ചത് ഈ കാലഘട്ടത്തെ ഖവാരിജാണ് എന്ന്. ഇനി ആർക്കും ധൈര്യമായി പറയാവുന്ന വിധം അത് തീവ്രവാദമാണ് എന്നും അത് മതമല്ല എന്നും കൃത്യമായി തുറന്നു പറയാൻ ധൈര്യം പകർന്ന, ലോകത്തിന് ദിശാബോധം നൽകിയ മാതൃകകൾ കാണിച്ചവർ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ആലിമ മരിക്കുമ്പോൾ അത് വലിയ നഷ്ടമാണ്. ഒരുപാട് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടാൻ പിന്നത് കാരണമായി മാറും. കാരണം പിന്നെ അവിടെ അത് വേണ്ടെന്ന് വെക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ സാഹചര്യമില്ലാത്ത രീതി ഉണ്ടാകും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിച്ചു, മൗത്തുൽ ആലിമി മുസീബ ലാ തുജ്ബർ, ഒരു പണ്ഡിതന്റെ മരണം എന്നത് മുസീബത്താണ്. ലാ തുജ്ബർ, പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. അതിന് പരിഹാരമില്ല. ഒരു ആലിമ മരിച്ചുപോയി, അത് കഴിഞ്ഞു, അത് നഷ്ടം തന്നെയാണ്. പകരം വെക്കാൻ സംവിധാനമില്ല, അത് പരിഹരിക്കാൻ കഴിയില്ല. മുസീബത്തുല്ലാ തുജ്ബർ, പരിഹരിക്കാൻ പറ്റാത്ത മുസീബത്താണ്. വസുൽമത്തുല്ലാ തുസദ്, ഒരിക്കലും അടക്കാൻ കഴിയാത്ത വിടവാണത്. വനജ്മുൻ തുമിസ്, അസ്തമിച്ചു പോയ നക്ഷത്രമാണത്. വമൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗത്തി ആലിമിൻ, ഒരു കബീല, ഒരു ഗോത്രം ഒന്നാകെ മരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് ഒരു ആലിം മരിക്കുന്നതിനേക്കാൾ. ഒരു ആലിം മരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഗോത്രം ഒന്നാകെ മരിക്കുന്നു എങ്കിൽ ആ ഗോത്രത്തിന്റെ മരണമാണ് ഇതിനേക്കാൾ നമുക്ക് എളുപ്പമെന്നുവരെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അത് സഹോദരങ്ങളെ, ആ ഇത്തരം നഷ്ടങ്ങളായി തന്നെ കാണുകയും അവിടേക്ക് കൂടുതൽ റബ്ബിലേക്ക് അടുക്കുകയും അവിടേക്ക് കാണിച്ചു തന്ന പ്രമാണബദ്ധമായ മാതൃകകളായി സ്വീകരിക്കുകയും ആ ഒരു വഴിയിൽ പകരം വരുന്ന ആളുകൾക്ക് കൂടി തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. പകരം ആളുകൾ വരും, ഒരാൾ മരിക്കുമ്പോൾ ആ സ്ഥാനത്ത് വേറൊരാൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടും. പക്ഷേ റബ്ബിന് തൗഫീഖ് ഉണ്ടെങ്കിലാണ് അവർക്കൊക്കെ അതേ വഴിയിൽ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ സാധിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടി നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കി ഈ തരം രംഗത്ത് ഖിയാമത്തിന്റെ തൊട്ടുമുമ്പിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മളൊക്കെ ഇൽമിന്റെ പ്രാധാന്യം ഒന്നുകൂടി അടുത്തറിയുകയും ഇൽമിന്റെ വഴികളിലേക്ക് എല്ലാവരും ഇറങ്ങുകയും കഴിവനുസരിച്ച് ദീനു പഠിക്കാനും അന്വേഷിക്കാനും അറിയാനുമെല്ലാമുള്ള മാർഗങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ
നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ വചനങ്ങളിൽ അറിവിന്റെയും അറിവുള്ളവരുടെയും ഒക്കെ മഹത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ആയത്താണ് ഞാൻ ഓതി വെച്ച സൂറത്ത് സുമറിലെ 9-ാമത്തെ വചനം. ഖുൽ ഹൽ യസ്തബിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ എന്നാണ് റബ്ബ് അവിടെ ചോദിക്കുന്നത്. പറയൂ പ്രവാചകരെ, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ഹൽ യസ്തബിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ സമമാകുമോ എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ചോദിക്കണമെന്നാണ് റബ്ബ് അവിടെ പഠിപ്പിക്കുന്നത്. റബ്ബിന്റെ ഏകത്വം തൗഹീദിനുള്ള സാക്ഷ്യം പറയുന്നിടത്തും അല്ലാഹു തആല എടുത്തു പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഒന്ന് അറിവുള്ളവരുടെ സാക്ഷ്യം തന്നെയാണ്. അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു റബ്ബിന്റെ ഏകത്വത്തിന്. അല്ലാഹുവാണ് ഇലാഹ്, അവനാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ എന്നതിന്, ആ തൗഹീദിന് അല്ലാഹു തആല തെളിവായി സാക്ഷിയായി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. സൂറത്ത് ആലി ഇംറാനിലെ 18-ാമത്തെ വചനമാണ്. ഷഹിദല്ലാഹ്, അല്ലാഹ് സാക്ഷിയായിരിക്കുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല എന്നതാണ് കാര്യം, യാഥാർത്ഥ്യമാണ്, തീർച്ചയാണ്. അത് അല്ലാഹ് സാക്ഷിയാണ്. പടച്ച റബ്ബ് മാത്രമേ ഇലാഹുള്ളൂ, അവന് മാത്രമേ ആരാധിക്കപ്പെടാൻ പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായിട്ട് റബ്ബ് മാത്രമേയുള്ളൂ. അത് അല്ലാഹ് സാക്ഷിയാണ്. അല്ലാഹു മാത്രമല്ല, വൽ മലായിക, മലക്കുകളും സാക്ഷിയാണ്, വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷിയാണ്. അല്ലാഹ് സാക്ഷിയാണ്, മലക്കൾ സാക്ഷിയാണ്, വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷിയാണ് എന്ന് അല്ലാഹു തആല അവിടെ അല്ലാഹുവിന്റെ സാക്ഷ്യത്തിന്റെ കൂടെ മലക്കളുടെ സാക്ഷ്യത്തിന്റെ കൂടെ പിന്നെടുത്തു പറഞ്ഞത് അറിവുള്ള ആളുകളുടെ സാക്ഷ്യത്തെയാണ്. ശരിയായ അറിവുള്ളവർ തൗഹീദിന് സാക്ഷിയാകുന്നവരാണ്. ശരിയായ ആലിമുകൾ എന്ന് പറയുന്നത് തൗഹീദിന്റെ സാക്ഷികളായി നിലകൊള്ളുന്നവരാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അറിവുള്ളവരാണ് പടച്ച റബ്ബിനെ ഭയപ്പെടുക എന്നാണ്. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ കിതാബോധി പഠിച്ചവർ എന്ന് മാത്രമല്ല അതിനർത്ഥമുള്ളത്. ശരിയായ അറിവ്, പ്രമാണബദ്ധമായ അറിവ്, ആ അറിവ് ശരിയായ നിയ്യത്തിൽ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവർ തീർച്ചയായും ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ ഒത്തവരായിരിക്കും. അവരാണ് അറിവുള്ളവർ. ഉള്ള ഇൽമ പ്രകാരം അമൽ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആലിമല്ല എന്നാണ് മുൻഗാമികൾ എടുത്തു പഠിപ്പിച്ചത്. അത് സഹോദരങ്ങളെ, ആ വഴിയിൽ നമ്മളും സഞ്ചരിക്കാൻ പരിശ്രമിക്കണം. വലിയ നേട്ടമാണ്, വലിയ മഹത്വമാണ് ദീന് പഠിക്കുക എന്നുള്ളത്. ദീന് പഠിക്കലും പഠിപ്പിക്കലും ആ വഴിയിൽ സേവനം ചെയ്യലും അതുകൊണ്ട് കിടപിടിക്കുന്ന മറ്റൊന്നുമില്ല. മക്കൾ ആ വഴിക്ക് വരട്ടെ, നമ്മളും ആ വഴിക്ക് വരട്ടെ. അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്നവരായി മാറണം. ഫിത്നകളുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കഴിവിന്റെ പരമാവധി അറിവിന്റെ കൂടെ സഞ്ചരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അറിവുള്ളവരുടെ കൂടെ, അറിവിന്റെ കൂടെയൊക്കെ ആവണം നമ്മുടെ സഹവാസങ്ങൾ. അത്തരം വേദികളിൽ നമ്മൾ ഉണ്ടാകണം. പഠിക്കാനുള്ള എന്തെല്ലാം സംവിധാനമുണ്ടോ ആ സംവിധാനങ്ങൾ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നമുക്കത് അനിവാര്യമാണ്. ദീന് പഠിക്കൽ വലിയ മഹത്വമുള്ള, ധാരാളം പ്രതിഫലം ലഭിക്കുന്ന കാര്യം കൂടിയാണ്. നമ്മിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ മുറിയാതെ നിൽക്കുന്ന അമല് കൂടിയാണല്ലോ. മനുഷ്യൻ മരിച്ചാൽ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, എല്ലാം അവസാനിക്കും 3 ഒഴികെ. ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് അമലൊക്കെ കഴിഞ്ഞു, പിന്നെ നിസ്കാരമില്ല, പിന്നെ അവന് നോമ്പില്ല, പിന്നെ അവന് സക്കാത്തില്ല, പിന്നെ അവന്റെ അത്രയും അമലുകളൊന്നുമില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ. അത് മുറിയാതെ അവന് അമലായി പിന്നെയും ബാക്കിയാകുമെന്ന് നമുക്കറിയാവുന്ന വചനമാണ്. സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ നിലനിൽക്കുന്ന സ്വതക്ക. ഇവന് മരിച്ചാലും അതവിടെ ഒരു പള്ളി ഉണ്ടാക്കി, ഒരു മദ്രസയുണ്ടാക്കി, ദീനിയായ സംരംഭം ഉണ്ടാക്കി, ആ നിലക്ക് സ്ഥായിയായി നിലനിൽക്കുന്ന നന്മയുടെ വഴികൾ, ഒരു മരം നട്ടു, ഒരു കുടിവെള്ള സംവിധാനം ഉണ്ടാക്കി, ഇങ്ങനെ തുടങ്ങി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അത്തരം സംവിധാനങ്ങൾ നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്നുവെങ്കിൽ നമ്മുടെ അമലായി തന്നെ അത് തുടർന്ന് പോകും. രണ്ടാമത് പറഞ്ഞത് ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ സ്വാലിഹാണ് എങ്കിൽ ആ മക്കളെ സ്വാലിഹാവാൻ നമ്മളാണ് കാരണക്കാരായി മാറിയത് എങ്കിൽ അവിടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു.
അവരുടെ നന്മകളുടെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുന്നു. അതങ്ങനെ ഒരുപക്ഷെ തലമുറകളായി കൈമാറി പോകുന്നുവെങ്കിൽ നമുക്ക് മുറിയാതെ എന്നും നിൽക്കുന്ന അമലായത് മാറും. മൂന്നാമത് പറഞ്ഞത് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരമെടുക്കപ്പെടുന്ന അറിവ് എന്നാണ്. അവൻ പഠിച്ചു, അവൻ പഠിപ്പിച്ചു, അവൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു, ഗ്രന്ഥങ്ങൾ എഴുതി, അവൻ മരിച്ചാലും അതവിടെ ബാക്കിയുണ്ടാകും. അതങ്ങനെ തുടർന്ന് തലമുറകളോളം ഒരുപക്ഷെ അത് ഉപയോഗപ്പെടുത്തി പോകും. കാലങ്ങൾ അതിന്റെ ഉപയോക്താക്കൾ ധാരാളമായി ഉണ്ടാകും. ഇമാം ബുഖാരി വഫാത്തായിട്ട് 1200 കൊല്ലമായി. അദ്ദേഹത്തെ സ്വഹീഹ് ബുഖാരി ഇന്നും ലോകത്ത് ഉപയോഗിക്കപ്പെടാത്ത ഒരു ദിവസം പോലുമില്ല, ഒരു സെക്കൻഡ് പോലും ഉണ്ടാവുകയില്ല. ആ നിലക്ക് ലോകവ്യാപകമായി ആ ഗ്രന്ഥം ഇന്ന് അവലംബിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഖത്തീബുമാരും ഇമാം ബുഖാരിയുടെ പേര് പറയാത്ത ഖുത്ബ കുറവായിരിക്കും. ഇമാം ബുഖാരി കിതാബുൽ ഹദീസ് റഫർ ചെയ്യാത്ത ഖുത്ബകൾ കുറവായിരിക്കും, ക്ലാസുകൾ കുറവായിരിക്കും, സ്ഥാപനങ്ങൾ കുറവായിരിക്കും, ഗ്രന്ഥങ്ങൾ കുറവായിരിക്കും. ശേഷം എഴുതപ്പെട്ട ഒട്ടുമിക്ക കിതാബെടുത്താലും ആ കിതാബിലെല്ലാം ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസുകൾ പറഞ്ഞു പോകുക. അതൊരു നിലക്കാത്ത, മുറിഞ്ഞു പോകാത്ത ഒരു അമലാണ്. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരമെടുക്കപ്പെടുന്ന അറിവ് എന്നാണ്. അതങ്ങനെ തലമുറകളായി, നൂറ്റാണ്ടുകളായി കൈമാറി പോകുന്നതായി മാറും റബ്ബ് സ്വീകരിച്ചാൽ. അപ്പൊ അതൊക്കെ നമുക്കും ഉണ്ടാവണം. വഫാത്തായി പോകുമ്പോൾ ഇത്തരം മുറിയാത്ത ചില അമലുകൾ നമുക്കുമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മക്കൾ സ്വാലിഹായി മാറണം. ജാരിയായ സ്വതക്കകൾ വലിയ സംഖ്യയൊന്നും അല്ലെങ്കിലും ചെറിയ സ്വതക്ക നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതും പരമാവധി ഒരു ജാരിയായ വഴിയിലേക്ക് കൊടുത്താൽ അത് കാലക്കാലം നിലനിന്നുകൊള്ളും. വെറുതെ ഇവിടെ കൊടുത്ത് ഒഴിവാക്കുന്നതിന് പകരം ആ കൊടുക്കുന്ന അതേ സംഖ്യ തന്നെ ഒന്ന് മനസ്സ് വെച്ചാൽ, ബുദ്ധിപരമായി പ്ലാൻ ചെയ്താൽ ജാരിയായ സംവിധാനങ്ങൾക്ക് നൽകാൻ പറ്റും. കാലാകാലം നിലനിന്നുകൊള്ളും. അതേപോലെ അറിവിന്റെ വഴികൾ ഉണ്ടാക്കിയെടുക്കുക. നാട്ടിൽ ഖുർആൻ ക്ലാസുകൾ ആരംഭിക്കുക, ദീനു പഠിക്കാൻ സംവിധാനം ഉണ്ടാക്കുക, മക്കളതിലേക്ക് പറഞ്ഞയക്കുക, അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന്റെ സ്ഥാപനത്തിൽ അത് സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ റോള് നമ്മൾ വഹിക്കുക. കടി കൊണ്ടാവാം, നമ്മുടെ എനർജി കൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാകാം, ഒരു പ്രാർത്ഥന കൊണ്ടാവാം. അത്തരം ഹൈറിന്റെ വഴികളിൽ നമ്മളുമുണ്ട് എന്നൊരു നിലപാടെടുക്കുക. അതൊക്കെ മുറിയാതെ എന്നും ലഭിക്കുന്ന ഖിയാമത്ത് വരെ തുറന്നു പോകുന്ന അമലുകളാണ്. ആ നിലക്കുള്ള തിരിച്ചറിവുകൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഈ ജീവിതം അവസാനിച്ച് യാത്ര പോകുമ്പോൾ ഖേദിക്കേണ്ടി വരികയില്ല. അത്തരം സമ്പാദ്യങ്ങൾ ഒരു കൂട്ടി പോകാൻ സാധിക്കണമെന്നാണ് ഇത്തരം പണ്ഡിതന്മാർക്ക് ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു പാഠം. അങ്ങനെയുള്ള പാഠങ്ങൾ നാം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.